ഗൈസ്, എല്ലാവർക്കും അസ്ലം വ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിലൂടെ LBS PSC നഴ്സിംഗ് ആൻഡ് പാരാമെഡിക്കൽ കോഴ്സിലേക്കും PNC മാക്കിൻ്റെയും കോളേജ് ജോയിനിങ് സമയത്ത് ഏതൊക്കെ ഡോക്യുമെൻറ്റ്സ് വേണമെന്നാണ് പറയുന്നത്. എല്ലാ തവണയും പോലെ നമ്മൾ വെബ്സൈറ്റിൽ അപ്ലൈ ചെയ്ത സമയത്ത് ഏതൊക്കെ ഡോക്യുമെൻറ്റ്സ് അപ്ലോഡ് ചെയ്തോ അതിൻ്റെ ഒറിജിനൽ ഡോക്യുമെൻറ്റ്സ് കൊണ്ടുപോകേണ്ടതാണ്. ഉദാഹരണം +2 സർട്ടിഫിക്കറ്റ്, 10th സർട്ടിഫിക്കറ്റ്, ആധാർ, പിന്നെ സ്പെഷ്യൽ റിസർവേഷൻ എല്ലാം ഉണ്ടെങ്കിൽ അതിൻ്റെ സർട്ടിഫിക്കറ്റ്, EWS ഇൻകം സർട്ടിഫിക്കറ്റ്, ഇതുപോലത്തെ സർട്ടിഫിക്കറ്റ് എല്ലാം കൊണ്ടുപോകേണ്ടി വരും. ഇതിൻ്റെ എല്ലാം ഒറിജിനൽ വേണം കൊണ്ടുപോകാൻ. പിന്നീട് വിദ്യാർത്ഥിയുടെ പാസ്പോർട്ട് സൈസ് ഫോട്ടോസ് കൊണ്ടുപോകണമെന്ന് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റിൻ്റെ കാര്യം, വാക്സിൻ സർട്ടിഫിക്കറ്റിൻ്റെ കാര്യം വെബ്സൈറ്റിൽ പറയുന്നുണ്ട്. ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റിൻ്റെ പ്രിൻ്റ് ഔട്ട് LBS പ്രോസ്പെക്ടസിൻ്റെ 71ാം പേജിൽ നൽകിയിട്ടുണ്ട്. ഇത് പ്രിൻ്റ് എടുത്ത് ഏതെങ്കിലും ഗവൺമെൻറ് MBBS ഡോക്ടറിനെ കൊണ്ട് സർട്ടിഫിക്കറ്റ് ചെയ്യേണ്ടതാണ്. പിന്നീട് ഹെപ്പറ്റൈറ്റിസ് B ആണ് വാക്സിനേഷനായി ചെയ്യേണ്ടത്. ഹെപ്പറ്റൈറ്റിസ് B വാക്സിൻ ചെയ്ത വിദ്യാർത്ഥികൾ അതിൻ്റെ രേഖ ആ സെൻറ്ററിൽ നിന്ന് മേടിക്കേണ്ടതാണ്. ഈ വാക്സിനേഷൻ ചെയ്യാത്ത വിദ്യാർത്ഥികൾ കോളേജുമായി ബന്ധപ്പെടുക. ചിലപ്പോൾ കോളേജിൽ തന്നെ അവസരം നൽകിയേക്കാം. പിന്നീട് അഡ്മിഷൻ എടുക്കാൻ പോകുന്ന വിദ്യാർത്ഥികൾ ഈ ഡോക്യുമെൻറ്റും കൂടെ പ്രോസ്പെക്ടസിൻ്റെ 73ാം പേജിൽ നിന്ന് പ്രിൻ്റ് എടുക്കേണ്ടതാണ്. അതായത് ആൻറ്റി റാഗിംഗ് അണ്ടർടേക്കിംഗ്. ഇത് പേരൻറ്റും സ്റ്റുഡൻറ്റും സൈൻ ചെയ്ത് കോളേജിൽ അഡ്മിഷൻ സമയത്ത് നൽകേണ്ടതാണ്. ഇതും കൂടി കൊണ്ടുപോകാൻ ശ്രദ്ധിക്കുക. പിന്നീട് ഇപ്പോൾ ഏതെങ്കിലും വിദ്യാർത്ഥികൾ അതോ ഇനി ജോയിൻ ചെയ്യുന്ന വിദ്യാർത്ഥികൾ പിന്നീട് സ്പോട്ട് അലോട്ട്മെൻറ്റിനോ സ്പെഷ്യൽ അലോട്ട്മെൻറ്റിനോ പങ്കെടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ കോളേജിൽ നിന്ന് NOC സർട്ടിഫിക്കറ്റ് മേടിക്കണം. ചില കോളേജുകളിൽ NOC സർട്ടിഫിക്കറ്റ് തരണമെന്നില്ല. ഇപ്പോൾ നിങ്ങൾക്ക് കിട്ടിയ കോളേജിൽ പഠിക്കാൻ താല്പര്യമില്ലാത്തതോ ഇഷ്ടപ്പെടാത്ത കോളേജ് ആണെങ്കിൽ അവിടെ NOC തരാൻ സാധിക്കത്തില്ലെങ്കിൽ നിങ്ങൾ ഇപ്പോൾ പോയി അഡ്മിഷൻ എടുക്കാത്തതായിരിക്കും നല്ലത്. പിന്നീട് സ്പോട്ട് അലോട്ട്മെൻറ്റിലോ സ്പെഷ്യൽ അലോട്ട്മെൻറ്റിലോ അഡ്മിഷൻ കിട്ടുമായിരിക്കും. അഥവാ സ്പോട്ട് അഡ്മിഷനോ സ്പെഷ്യൽ അലോട്ട്മെൻറ്റിലോ അഡ്മിഷൻ ലഭിച്ചില്ലെങ്കിൽ പിന്നീട് നിങ്ങൾക്ക് ഒരു സീറ്റും കിട്ടാതെയിരിക്കും. അതുകൊണ്ട് എല്ലാം ശ്രദ്ധിച്ച് വേണം അഡ്മിഷൻ സമയത്ത് ചെയ്യേണ്ടത്. NOC സർട്ടിഫിക്കറ്റ് ഇപ്പോൾ ഗവൺമെൻറ് കോളേജിൽ കിട്ടിയ വിദ്യാർത്ഥികൾക്ക് മേടിക്കേണ്ട കാര്യമില്ല. കാരണം സ്പോട്ട് അലോട്ട്മെൻറ്റിലോ സ്പെഷ്യൽ അലോട്ട്മെൻറ്റിലോ ഗവൺമെൻറ് കോളേജ് കിട്ടിയ വിദ്യാർത്ഥികൾ NOCയുടെ ഡോക്യുമെൻറ്റ്സ് അപ്ലോഡ് ചെയ്യേണ്ട ആവശ്യം പറയുന്നില്ല. LBS BSc നഴ്സിംഗിൻ്റെ ഗവൺമെൻറ്റിൽ സീറ്റ് കിട്ടിയ വിദ്യാർത്ഥികൾ 23 സംതിങ് രൂപ ഇപ്പോൾ തന്നെ വെബ്സൈറ്റിൽ പേയ്മെൻറ്റ് ചെയ്തിട്ടുണ്ട്. അതാണ് ആ ഫീ പേയ്മെൻറ്റ് മാത്രമേ ഗവൺമെൻറ്റിൽ കിട്ടിയ വിദ്യാർത്ഥികൾക്ക് ആകുന്നുള്ളൂ. അല്ലാതെ സെൽഫ് ഫിനാൻസ് കോളേജിലേക്ക് കിട്ടിയ വിദ്യാർത്ഥികൾ 25K സംതിങ് റുപ്പീസ് വെബ്സൈറ്റിൽ അടച്ചിട്ടുണ്ട്. പിന്നീട് അവർക്ക് കുറച്ചും കൂടി എമൗണ്ട് അടയ്ക്കേണ്ടി വരും. PNC MAKയുടെ വെബ്സൈറ്റിൽ പറയുന്ന അനുസരിച്ച് ടോക്കൺ പേയ്മെൻറ്റ് ചെയ്തതിന് ശേഷം ബാക്കി എത്ര ഫീ അടയ്ക്കണമെന്ന് കിട്ടിയ കോളേജുമായി ബന്ധപ്പെടണം എന്നാണ് വെബ്സൈറ്റിൽ പറയുന്നത്. ഇതുപോലത്തെ ഇൻഫോർമേറ്റീവ്സ് വീഡിയോ അറിയാൻ അസ്ലം വ്ലോഗ് എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു.